വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തെറ്റുകളും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെസിന് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പെൻഡൻ്റാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് റെസിനും ഹാർഡ്നറും എടുത്താണ്. ഇത് 2:1 റേഷ്യോൻ്റെ റെസിനാണ് കേട്ടോ. പിന്നെ എടുത്തത് ഒരു കപ്പും ഒരു സ്പൂണും വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പും പിന്നെ പോപ്സിക്കിളിൻ്റെ ഒരു സ്റ്റിക്കുമാണ് എടുത്തത്. പിന്നെ ഇത് അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഷറിങ് കപ്പ് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് ആയതുകൊണ്ട് ഇതാ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ റെസിൻ്റെ ഒരു മോൾഡ് എടുത്താണ്. ഇതിലല്ല കേട്ടോ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് അതിൻ്റെ ടാപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ മോൾഡ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ എടുക്കേണ്ടതുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഗ്ലൗസ് ധരിക്കണം. ബിക്കോസ് ഈ റെസിന് കെമിക്കലാണല്ലോ, ഇതായിട്ട് സ്കിന്നുമായിട്ട് കോണ്ടാക്ട് ചെയ്യണത് അത്ര നല്ലതല്ല. പിന്നെ മാസ്കും ധരിക്കണം. മാസ്ക് ധരിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ശ്വസിക്കുമ്പം ഓരോരുത്തർക്ക് ഓരോ ഇതായിരിക്കും. ചില ആൾക്കാർക്ക് ഇത് നല്ലോണം ബാധിക്കാതെ, അതുകൊണ്ടാണ് മാസ്ക് ധരിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളിത് ഓപ്പൺ ഏരിയയിൽ നിന്ന് ആവണം ചെയ്യേണ്ടത്. അടിച്ചു മൂടിയെടുക്കുന്ന ഒരു റൂമിൽ നിന്ന് നമ്മൾ ചെയ്യണത് നല്ലതല്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ റെസിനാണ് എടുക്കുന്നത്. ഇത് 2:1 റേഷ്യോൻ്റെ റെസിൻ്റെ ഇതായതുകൊണ്ട് ഞാൻ ആദ്യം റെസിൻ എടുത്ത് ഒഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു കൃത്യമായ അളവെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിന് പകരം നമുക്ക് വെയിങ് മെഷീൻ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ബിഗിനർ എങ്ങനെ ചെയ്യുന്നു അതേപോലെയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ വാങ്ങുമ്പം വെയിങ് മെഷീനിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു കപ്പ് ഉണ്ടെങ്കിൽ, ഒരു മെഷറിങ് കപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് ഞാൻ ഹാർഡ്നർ ഒഴിക്കുകയാണ്. അത് അതേ അളവ് കപ്പിൽ തന്നെയാണ് ഞാൻ ഒഴിച്ച് അളവ് കറക്റ്റാക്കിയിട്ട് ഒഴിക്കുന്നത്. 2:1 ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ റെസിൻ ഒഴിച്ചാൽ അതിൻ്റെ പകുതി ഹാർഡ്നർ ഒഴിച്ചാൽ മതി. ഇനി റെസിനും ഹാർഡ്നറും കൂടി നല്ലോണം മിക്സ് ആവേണ്ടതുണ്ട്. ഇനി നമ്മൾ ഈ പോപ്സിക്കിളിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നല്ല ഈ ഒരു വേഗത്തിൽ നമ്മൾ നല്ല ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അധികം സ്പീഡിൽ കിടന്ന് ഇളക്കുമ്പം അതിന് മിക്സ് ആവുകയും പക്ഷേ ബബിൾസ് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ കപ്പിലുള്ള ഈ ഗ്ലിറ്റർ ഉണ്ടല്ലോ, അത് ശരിക്കും ഞാൻ അതിന് മുമ്പ് ചെയ്ത ഒരു ഇതുണ്ട്, ഞാൻ ഇൻസ്റ്റയിൽ റീലായിട്ട് ഇട്ടീനും. അതിൻ്റെ ഇതാണ്, അത് പോകണില്ല. പക്ഷെ അതിന് കുഴപ്പമൊന്നുമില്ല, അതിൽ കിടന്ന് ഇളകൊന്നുമില്ല. അത് കണ്ടില്ലേ, ഇത് നല്ലപോലെ മിക്സ് ആയതിന് ആ ഒരു പരിവാകുമ്പോഴാണ് നമ്മൾ നിർത്തേണ്ടത്. ഇനി നമുക്ക് എയിലാണോ ചെയ്യേണ്ടത് ആ മോൾഡ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ പെൻഡൻ്റാണ് ഉണ്ടാക്കണോണ്ട് ഇത് മോൾഡിൻ്റെ മുകളിൽ ഈ പെൻഡൻറ്റ് വെച്ച് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ ഈ പെൻഡൻറ്റിൽ ഇതാണ് ഞാൻ എടുത്തത്. ഈ 2 ഡിസൈനാണ് എടുത്തത്. ഞാനിപ്പോൾ അടുത്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ മോൾഡ് ഒന്ന് ക്ലീൻ ആക്കേണ്ടതുണ്ട്. അതിന് ടിഷ്യൂ പേപ്പറോ ഒന്നും വെച്ചിട്ടല്ല, ഒരു ടാപ്പ് എടുത്തിട്ട് അതിലിങ്ങനെ ഒട്ടിച്ച് അതിൻ്റെ ഓരോ ചെറിയ പൊടി ഉണ്ടെങ്കിൽ കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ആക്കുക മോൾഡ്. നമ്മളെ അടുത്തുള്ള ഏത് ടാപ്പ് വെച്ചിട്ടും ക്ലീൻ ആക്കാം കേട്ടോ. ടാപ്പ് ആയാൽ മതി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മോൾഡിൻ്റെ മുകളിലേക്ക് ഈ പെൻഡൻറ്റിൻ്റെ ഈ ഒരു ഷേപ്പില്ലേ, ഈ ഒരു മോൾഡ് വെച്ച് കൊടുക്കുക. ഇതിനെന്താ പറയൽ അറിയില്ല, എന്തോ വെസലിനോ അങ്ങനെ എന്തോന്നാ പറയൽ. ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ഇടുക. ഞാൻ ഒരു ഡ്രോപ്പിൻ്റെ ഒരു ഷേപ്പും പിന്നെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ഇതുമാണ് ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ മിക്സ് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണ നല്ലതാണ് ഈ റെസിന്. ബിക്കോസ് ഇത് കുറച്ച് ബബിളെങ്കിലും പോയി കിട്ടും അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണ ടൈമിൽ. പിന്നെ ഞാൻ വിചാരിച്ചില്ല ഇത് ഞാൻ ട്രാൻസ്പാരൻറ്റ് പെൻഡൻറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചതിന്. പിന്നെയാണ് ഓർത്ത്, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു പിഗ്മെൻറ്റ് വാങ്ങിയിരുന്നു, വൈറ്റ് പിഗ്മെൻറ്റ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ട് പിഗ്മെൻറ്റ് വാങ്ങി യൂസ് ചെയ്യണതുകൊണ്ട് തന്നെ ഇതെങ്ങനെ തുറക്കാമെന്നൊന്നും അറിയില്ലേനും. ആദ്യം തുറന്നപ്പോൾ ഞാൻ അത്രേ ഉള്ളൂ, മൂടി തുറന്നാൽ തന്നെ പിഗ്മെൻറ്റ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇതും കൂടി എടുക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ സൂചി കൊണ്ട് എടുക്കാൻ നോക്കി, എന്നിട്ടും വന്നില്ല. പിന്നെ ഒരു
ബാംബൂ സ്റ്റിക്കിൻ്റെ ഇതെടുത്തിട്ട് കുത്തി തുറന്നതാണ്. പിന്നെ ആ വൈറ്റ് പിഗ്മെൻറ്റ് മിക്സ് ആവണ വരെ കുറച്ചൊന്ന് ഇളക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ അതിന് ശേഷം ഇത് ആ മോൾഡിൻ്റെ ഉള്ളിലോട്ടേക്ക് തന്നെ ആക്കാൻ നോക്കുകയാണ്. ഈ റെസിന് കുറച്ച് പുറത്തോട്ടേക്കൊക്കെ പോയിന്, അത് കുഴപ്പമില്ലാതെ കട്ട് ചെയ്ത് കളയാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പെൻഡൻ്റ് ഉണ്ടാക്കണം കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് അധികം പിടുത്തൊന്നും കിട്ടാഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഡ്രൈ ഫ്ലവറിൻ്റെ ബോക്സ് വാങ്ങിയിരുന്നു. അതിൽ നിന്നൊരു വയലറ്റ് ചെറിയൊരു ഫ്ലവർ ഉണ്ടായിരുന്നു. അത് ഓരോ പെൻഡൻറ്റിലോട്ടേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് 24 hours എങ്കിലും നമ്മൾ വെക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇടയിൽ എടുത്ത് പൊന്തിക്കാനോ എന്തിനും നിൽക്കരുത്. പിന്നെ അത് ഒരു നിരപ്പായ പ്രതലത്തിൽ തന്നെ വെക്കണം. പിന്നെ ഇത് ഉണങ്ങുന്ന ടൈമിൽ ഇതിൻ്റെ മുകളിൽ എന്തും വീഴാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കവറിങ് കൊടുക്കണം. പിന്നെ ഇത് ഉണങ്ങി 24 hours ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ റെസിൻ ഒന്നും കൂടി ഒഴിക്കേണ്ടതുണ്ട്, അപ്പോഴേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.